കാണുന്ന ഫ്രൂട്ട് എന്താണെന്ന് ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. ഇത് പേരയ്ക്കാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് ആയിട്ടും റെഡ് ആയിട്ടൊക്കെ ഉള്ള പേരക്കളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവൂലേ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പ് പേരയ്ക്ക. ഇതാണ് ആ പേരമരം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ കളർ വേറൊരു കളറാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരം ഇവിടെ കൊണ്ട് നട്ടതും ഇതിനെ നോക്കി വളർത്തിയതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മരം വളർന്ന് എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് തന്നെ ഇത് പറിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലൊക്കെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ കറക്റ്റ് കളർ എന്താണെന്നുള്ളത് കേട്ടോ. ഇതൊരു ബ്രൗൺ കളർ പോലെയാണ് കേട്ടോ. ഇതിൻ്റെ ഇലയും ഏകദേശം ആ ഒരു ബ്രൗൺ കളർ പോലെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ പേരക്കേൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കളർ. അപ്പോൾ ഇത് പഴുക്കുമ്പോൾ കുറച്ചും കൂടെ കളറായിട്ട് ഇതേപോലെ ഉണ്ടാവും. ഈ സ്ക്രീനിൽ കാണുന്നതാണ് കേട്ടോ ഈ പേരക്കേൻ്റെ കറക്റ്റ് പേര്. അപ്പോൾ ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉള്ളിൽ ഈ കളറാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് സാധാരണ പേരക്കേൻ്റെ പോലെ ആണെങ്കിലും ചെറിയ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പേരക്ക കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കും കേട്ടോ.